അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 4ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ അവ്വലു മൻ യുഹാസബ്. പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന 3 വിഭാഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒന്നാമൻ ഒരു രക്തസാക്ഷിയാണ്. അള്ളാഹു അയാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പരിചയപ്പെടുത്തും. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ അയാൾ പറയും, എൻ്റെ ആരോഗ്യവും അനുഗ്രഹങ്ങളുമെല്ലാം നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചു. ഞാൻ രക്തസാക്ഷിയായി. അള്ളാഹു പറയും, നീ പറഞ്ഞത് കളവാണ്. ധീരനാണെന്ന് ജനങ്ങൾ പറയുവാനും പ്രശംസിക്കും വേണ്ടിയാണ് നീ പ്രവർത്തിച്ചത്. എന്നിട്ട് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. രണ്ടാമൻ ഒരു ആലിമാണ്. അയാൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. അയാൾ പറയും, ഞാൻ നിനക്ക് വേണ്ടി ഇൽമു പഠിച്ചു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു പറയും, ഇപ്പറഞ്ഞത് കളവാണ്. പ്രശസ്തിക്ക് വേണ്ടിയും അറിവില്ലാത്തവരോട് തർക്കിച്ചു ജയിക്കാനുമാണ് നീ ശ്രമിച്ചത്. അവനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. പിന്നീട് ഹാജിയെയും ഖാരിഇനെയും കൊണ്ടുവരും. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ അവർക്കും പരിചയപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കും. അവർ പറയും, ഞങ്ങൾ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയും ഖുർആൻ ഓതുകയും ചെയ്തു. അള്ളാഹു പറയും, കളവാണ് നിങ്ങൾ പറയുന്നത്. ഹാജി എന്നും ഖാരി എന്നും ജനങ്ങൾ വിളിക്കാനാണ് നിങ്ങൾ അപ്രകാരം ചെയ്തത്. അത് പറയപ്പെട്ടു കഴിഞ്ഞു. അവരെയും നരകത്തിലേക്ക് നയിക്കപ്പെടും. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ സ്വീകരിക്കുകയില്ലെന്നും നിഷ്ഫലമാണെന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിനിയ്യാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും നിയ്യത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ അംഗീകരിക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ കരുതിയത് ലഭിക്കും. ഷഹീദായ മനുഷ്യൻ ജനങ്ങളുടെ കണ്ണിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്തവനാണ്. എന്നാൽ ആ മനുഷ്യൻ്റെ മനസ്സിലെന്തായിരുന്നുവെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അദ്ദേഹം ജനങ്ങൾ ധീരനാണെന്ന് പറയുവാനും പ്രശംസിക്കുവാനും വേണ്ടിയാണ് പ്രവർത്തിച്ചത്. രണ്ടാമൻ ഒരു ആലിമാണ്. അദ്ദേഹം പ്രവർത്തിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ സത്യസ്ഥിതി അറിയൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചത് പ്രശസ്തിക്കും അറിവില്ലാത്തവരോട് തർക്കിച്ചു ജയിക്കുവാനും വേണ്ടിയായിരുന്നു. അടുത്തയാൾ ഹാജിയും ഖാരിഉമാണ്. ഹാജി അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, ഖാരി ഖുർആൻ ഓതി. പക്ഷേ അവർ രണ്ടുപേരും ജനങ്ങൾ ഹാജി എന്നും ഖാരി എന്നും വിളിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം തന്നെ ഈ ലോകത്ത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർക്ക് പ്രതിഫലമില്ല. പകരം അവരെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ലോകമാന്യതയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവർ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടതിനെ ജനങ്ങൾ കാണുവാൻ വേണ്ടി ചെയ്യുകയാണെന്ന്. അതിനുദാഹരണങ്ങളാണ് ഈ മനുഷ്യർ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിച്ചോ അവരിൽ നിന്ന് പ്രതിഫലം തേടിക്കൊള്ളുക. ആ പ്രതിഫലം ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. അതിനാൽ അവർ നരകത്തിൻ്റെ അവകാശികളാവുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായല്ലോ? ലോകമാന്യത എന്നത് ചെറിയൊരു കാര്യമല്ല, അത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ആകരുത്. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഉത്തരം എഴുതുക. 1. ഷഹീദിനെ വിചാരണ ചെയ്യുമ്പോൾ അയാൾ അവകാശപ്പെടുന്നത് എന്ത്? എൻ്റെ ആരോഗ്യവും അനുഗ്രഹങ്ങളുമെല്ലാം നിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചു. ഞാൻ രക്തസാക്ഷിയായി എന്നാണ് ഷഹീദ് പറയുന്നത്. 2. ഹാജി, ഖാരി എന്നിവരെ നരകത്തിലേക്ക് നയിക്കാൻ കാരണമെന്ത്? ഉത്തരം, ഹാജി ഹജ്ജ് ചെയ്യുകയും ഖാരി ഖുർആൻ ഓതുകയും ചെയ്തു. പക്ഷേ
അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾ ഹാജി എന്നും ഖാരി എന്നും വിളിക്കാനാണ്. ഈ പ്രവൃത്തിയാണ് അവരെ നരകത്തിലേക്ക് നയിക്കാൻ കാരണമായത്. അടുത്തത് പൂരിപ്പിക്കുക. 1. ഇഖ്ലാസ് ഇല്ലാത്ത ഡാഷ് സ്വീകരിക്കുകയില്ല. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ സ്വീകരിക്കുകയില്ല. 2. ഇന്നമൽ അഅ്മാലു ഡാഷ് മാനവ. ഇന്നമൽ അഅ്മാലു ബിനിയ്യാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാനവ. പുസ്തകം നോക്കി തെറ്റുകൂടാതെ എഴുതുക. അടുത്തത് ചൊല്ലിപ്പഠിക്കാം. നിർജീവമായൊരു ഫോട്ടമാണമലൊക്കെയും ഇഖ്ലാസ് വന്നാൽ ജീവനാണതിനൊക്കെയും. ഫോട്ടോയ്ക്ക് ജീവനുണ്ടോ? ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തികളൊക്കെയും നിർജീവമാണ്. ആ പ്രവർത്തികളൊക്കെ ഇഖ്ലാസോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ജീവനുള്ള അമലുകളായി മാറും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നോട്ട്സൊക്കെ എഴുതിയെടുത്ത് നല്ല മക്കളായിട്ട് പഠിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.